അതാണ് നിലമ്പൂരിലെ ആഹ്ലാദ മണമുട്ടുന്ന നിലമ്പൂരിന്റെ ചിത്രമാണ് പ്രേക്ഷകർക്ക് കാണുന്നത്. നിലമ്പൂർ UDF പ്രവർത്തകർ ആഹ്ലാദ മലയടിക്കുന്നു. നിലമ്പൂരിന്റെ ഗർജനം 11,000 ചെറുതല്ലാത്ത ഭൂരിപക്ഷമാണ്. UDF കരുതിയ 10,000-ൽ പരം. ഏത് UDF നേതാവിനോട് ചോദിക്കുമ്പോഴും 5 അക്കം കടന്ന കോൺഗ്രസ് നേതാക്കൾ, ലീഗ് നേതാക്കൾ, UDF നേതാക്കൾ ഇങ്ങനെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നത്. ആ 5 അക്ക ഭൂരിപക്ഷം നിലമ്പൂരിലെ വോട്ടർമാർ UDF-ന് നൽകിയിരിക്കുന്നു. എല്ലാ പഞ്ചായത്തിലും, അമരമ്പലം ഒഴികെ മുഴുവൻ പഞ്ചായത്തുകളിലും UDF-ന്റെ വലിയ തേരോട്ടമായിരുന്നു. അമരമ്പലം ആദ്യത്തെ റൗണ്ടിൽ ലീഡായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്ക് 11,000-ലേക്ക് ഉയർന്നപ്പോഴേക്ക് തന്നെയുമല്ല, നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ആയിരക്കണക്കിന് വോട്ടിന്റെ ലീഡ് കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF ഉണ്ടായിരുന്നതാണ്. പക്ഷേ ആ നിലമ്പൂർ നഗരസഭ ഇത്തവണ UDF പക്ഷത്തേക്ക് മാറിയിരിക്കുന്നു. അങ്ങനെ LDF-നൊപ്പം ഉറച്ചു നിന്ന പോത്തുകല്ല് പോലെയുള്ള പ്രധാനപ്പെട്ട പഞ്ചായത്തുകൾ, സ്വരാജിന്റെ ജന്മനാടായ പോത്തുകല്ല് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ UDF വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു. UDF അവരുടെ കോട്ടകളായ പഞ്ചായത്തുകൾ കാത്തുസൂക്ഷിക്കുകയും അവിടെ വോട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇടതുമുന്നണിയുടെ പഞ്ചായത്തുകളിലേക്ക് കടന്നു കയറിയുള്ള വോട്ട് സമാഹരണം നടത്തിയിരിക്കുന്നു. ഇനി അമരമ്പലത്ത് മാത്രമാണ് എന്തെങ്കിലും മാറ്റമുണ്ടായിട്ടുണ്ടോ? അവരുടെ ശക്തി ദുർഗമായിരുന്ന, ഇടതുമുന്നണിയുടെ ശക്തി ദുർഗമായിരുന്ന അമരമ്പലത്ത് UDF-ന് കടന്നു കയറാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നറിയേണ്ടത്. 11,000-ൽ പരം ഭൂരിപക്ഷം ആകുമ്പോഴേക്ക് അമരമ്പലവും മറിഞ്ഞോ എന്ന് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. ആദ്യ റൗണ്ട് മുതലേ ഈ സമയം എന്ന് പറഞ്ഞാൽ ഒരു ഘട്ടത്തിൽ പോലും പിന്നോട്ട് പോയില്ല. അവിടെ വഴിക്കടവിൽ വെള്ളടി വെട്ടി വന്നു. ആര്യാടൻ ഷൗക്കത്ത് അവിടെ മുത്തേടത്തിന്റെ മുത്തായി, എന്താണ് ഈ പറയുന്ന എടക്കരയുടെ പോത്തുകല്ല്, ഈ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളും, ചുങ്കത്തരയുടെ ചങ്കും കരളായുടെ കരളും ഒക്കെയായി ഏറ്റവും അമരമ്പലത്തിൽ നിൽക്കണം. അമരമ്പലത്തിന്റെ അമരത്തുകൂടി എത്തിയാൽ ഈ പറഞ്ഞ 8 പഞ്ചായത്തുകളിലും ഒരേപോലെ വോട്ടുകൾ നേടിക്കൊണ്ട് ഒരേപോലെ ആധികാരിക ജയം, 100% ആധികാരിക ജയം ഉറപ്പിക്കാൻ കഴിയും UDF-ന്. അതല്ല അമരമ്പലം ഇക്കുറിയും LDF-നും നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആശ്വസിക്കാം. അത് അമരമ്പലം കരുളായ മേഖല അറിയപ്പെടുന്ന നിലമ്പൂരിന്റെ മോസ്കോ എന്നുള്ളതാണ് അറിയപ്പെടുന്നത്. അവിടെ ഏത് കടുത്ത വികാരം വന്നാലും തങ്ങൾക്ക് ചുവന്നു തന്നെ നിൽക്കുമെന്ന് ആഗ്രഹിക്കാം. ആര്യാടൻ മുഹമ്മദിന് കട്ടൗട്ട് അവിടെ ഉയരുന്നു. ഒരു കാലത്തെ നിലമ്പൂരിന്റെ വികാരം, നിലമ്പൂരിന്റെ ഹൃദയവികാരം, ഏത് പ്രവർത്തകർക്കും ഏത് സമയവും വീട്ടിൽ പോയി മുട്ടാവുന്ന, വീട് തുറന്നു കൊടുക്കുന്ന, വാതിലടയ്ക്കാത്ത അല്ലെങ്കിൽ വാതിലിന് കുറ്റിയിടാത്ത ഒരു മനുഷ്യൻ, എപ്പോൾ വേണമെങ്കിലും ആശ്രയിക്കാവുന്ന ഒരു നേതാവ്, തികഞ്ഞ മതേതരവാദി ആര്യാടൻ മുഹമ്മദിന് കെട്ടൗട്ടൊക്കെ ഉയർത്തിക്കൊണ്ട്. മാത്രമല്ല തുടക്കം മുതൽ ആര്യാടൻ ഷൗക്കത്ത്, ആര്യാടൻ മുഹമ്മദിന്റെ ഓർമ്മകളിൽ തന്നെയായിരുന്നു ഈ ദിവസങ്ങളത്രയും ഷൗക്കത്തിന്റെ പ്രചാരണം. ആര്യാടൻ ഷൗക്കത്തിനോട്, ആര്യാടൻ മുഹമ്മദിനോട് ജനം കൊടുക്കുന്ന വോട്ടാണ് ഈ വോട്ട് അവിടെ അങ്ങനെ തിരിച്ചു പിടിക്കുന്നു. ആര്യാടൻ ലെഗസി നിലമ്പൂരിൽ ഒരു കാലം നഷ്ടപ്പെട്ട 2 തവണ 2 ടൈമിൽ PV അൻവറിലൂടെ അത് മറച്ചുവെച്ച ആ കാലം കഴിയുന്നു, വീണ്ടും തെളിയുന്നു. നിലമ്പൂരിന്റെ ആകാശത്ത് ആര്യാടനിസം, ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചു. 11,000 ചില്ലുവാൻ വോട്ടുകൾക്കാണ്. 19,000-ൽ പരം വോട്ട് നേടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞാണ് 20,000 വോട്ട് അൻവർ പിടിക്കുന്നു. ഞാൻ പ്രവചിച്ചാണ് 20,000 വോട്ട് അൻവർ പിടിക്കുന്നു. ഞാൻ പഠിച്ചത് എക്സാക്ട്ലി എന്നുള്ള രീതിയിലുള്ള വാർത്ത വരുന്നുണ്ട്. 19,593 വോട്ടെങ്കിലും 19,593 വോട്ട്.